ഇടുക്കി ജില്ലയുടെ ദീർഘനാളത്തെ ആവശ്യങ്ങൾ ഒന്നായി പരിഗണിച്ച ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ചത്. മൂന്നാറിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററും ചെറുതോണിയിൽ അനുവദിച്ചിരിക്കുന്ന KSRTC ഡിപ്പോയും ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് ഇടുക്കിക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിന്റെ ടൂറിസം വരുമാനത്തിന്റെ ഏറിയ പങ്കും നൽകുന്നത് ഇടുക്കി ജില്ലയും അതിൽ തന്നെ മൂന്നാറുമാണ്. എന്നാൽ മൂന്നാറിൽ നല്ലൊരു സിനിമാ തിയേറ്റർ ഇല്ല എന്നുള്ളത് ദീർഘനാളത്തെ പരാതിയായിരുന്നു. അതിന് പരിഹാരമാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലാണ് തിയേറ്റർ നിർമ്മിക്കുന്നത്. ഇതിനായി 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ ദീർഘനാളത്തെ പല ആവശ്യങ്ങളും ഈ ബഡ്ജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ഇല്ലാതിരുന്ന കെയർ ഹോം നിർമ്മാണത്തിന് 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൂലമറ്റത്തെയും നാടുകാണി പവലിയനെയും ബന്ധിപ്പിച്ച് കേബിൾ കാർ പദ്ധതി നടപ്പിലാക്കുന്നതിന് 3 കോടി, ചിത്തിരപുരത്ത് ITIക്ക് കെട്ടിടം നിർമ്മിക്കാൻ 2 കോടി, പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽ ശൃംഖലയുടെയും പൂർത്തീകരണം നടത്തുന്നതിന് 3 കോടി, മറയൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിനും റെസ്റ്റ് ഹൗസ് നിർമ്മാണത്തിനുമായി 5 കോടി, മൂന്നാറിൽ പാലമടക്കം ബൈപ്പാസ് നിർമ്മാണത്തിനായി 3 കോടി ഉൾപ്പെടെ നിരവധി സ്വപ്ന പദ്ധതികളാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നിരവധി റോഡുകൾക്കും പാലങ്ങൾക്കും തുക അനുവദിച്ചിട്ടുണ്ട്. താമസക്കാരില്ലാത്ത വീടുകൾ ഹോം സ്റ്റേ ആക്കി മാറ്റുന്ന പുതിയ പദ്ധതി ഹോംസിനായി തിരഞ്ഞെടുത്ത ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ മൂന്നാറിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജന വിളവികസന പദ്ധതിക്കായുള്ള വകയിരുത്തൽ 4.6 കോടി രൂപയിൽ നിന്നും 7.6 കോടി രൂപയായി വർദ്ധിപ്പിച്ചതും മൂന്നാറിന് പ്രതീക്ഷ നൽകുന്ന സീപ്ലെയിൻ പദ്ധതിക്കായി 50 കോടി രൂപ വകയിരുത്തിയതും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഇടുക്കിക്ക് പ്രതീക്ഷയാകുന്നതാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.